ഇപ്പോൾ 109ാം റാങ്ക് നേടിയ അജയ് ആർ രാജ മലയാളിയാണ്. നമുക്ക് അഭിമാനമാണ്. അജയ് ആർ രാജ ഏഷ്യാൻ ന്യൂസിനൊപ്പം ചേരുന്നു. അജയിന്റെ വിജയം അത് ഈ നാടിന്റെ മുഴുവൻ വിജയമാണ്. അജയ്ക്ക് കാഴ്ചാ പരിമിതിയുണ്ട്, പക്ഷെ ആ പരിമിതികളെല്ലാം അജയ് മറികടന്നു. ഞങ്ങൾക്ക് അഭിമാനമാകുന്നു. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അജയ്. അജയുടെ ചെറുപ്പം മുതലെയുള്ള സ്വപ്നമായിരുന്നോ ഈ സിവിൽ സർവീസസ്? അല്ല, ചെറുപ്പം മുതലായിരുന്നില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് മുന്നോട്ട് പോയത്. ശരി, അജയ് എവിടെയാണ്? നാട്ടിൽ എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? ഏത് ജില്ലയിലാണ്? വീട് എന്റെ കോഴിക്കോടാണ്. വീട് കോഴിക്കോട്ടുകാരനാണ്? അതെ അതെ. കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് തൊട്ടിൽപ്പാലം എന്ന് പറയും. ശരി, ഞാനും കോഴിക്കോട്ടുകാരിയാണ്. പക്ഷെ എനിക്ക് തീർച്ചയായും അപ്പോൾ ഒരു കോഴിക്കോട്ടുകാരന് തന്നെ സിവിൽ സർവീസ് കിട്ടിയെന്ന് പറയുമ്പോൾ വ്യക്തിപരമായും വളരെ സന്തോഷം. അജയ് എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ എന്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സെന്റ് സ്റ്റീഫൻസ് ഡൽഹിയിലായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു എന്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും. അത് കഴിഞ്ഞ് UPSC പ്രിപ്പറേഷൻ ചെയ്തത് ലീഡ് IAS തിരുവനന്തപുരത്തായിരുന്നു. ശരി, ഇത് ആദ്യത്തെ ശ്രമമാണോ? അല്ല, ഇതെന്റെ ഫിഫ്ത് അറ്റംപ്റ്റ് ആണ്. സീരിയസ് ആയിട്ടുള്ള തേർഡ് അറ്റംപ്റ്റ് ആണ്. ആക്ച്വലി ഫിഫ്ത് അറ്റംപ്റ്റ്. അപ്പൊ അഞ്ചാമതിൽ പിടിച്ചു അല്ലേ? അതെ മാം, ഫൈനലി. അത് ശരി. എല്ലാവരും എന്താണ് വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു ഈ വിവരം? എല്ലാവരും അൾട്ടിമേറ്റ്ലി ഹാപ്പിയാണ്. കാരണം കുറെ പേരുടെ ഒരു കളക്ടീവ് പ്രയർ സപ്പോർട്ട് എല്ലാം വർക്ക്ഔട്ട് ആയി. ഇപ്പൊ ഫൈനലി അവർ കാണായിരുന്നു ഐ വാസ് ഈ പറഞ്ഞ പോലെ 3-4 അറ്റംപ്റ്റുകളിൽ എങ്ങനെ പോയി എന്നുള്ളത്. അപ്പൊ ഫൈനലി ഒരു ക്ലോഷർ, ഒരു കൺക്ലൂഷൻ കിട്ടി എന്നുള്ളൊരു സാധനമാണ്. അതെ അതെ അതെ. ഇപ്പം എല്ലാവരുടെയും വിജയം നമുക്ക് എല്ലാവർക്കും ഏറെ അഭിമാനിക്കാവുന്നതും സന്തോഷമുള്ളതും. പക്ഷേ അതിലൊക്കെ ഒരു പടി ഉയരത്തിലാണ് അജയ് ആർ രാജിന്റെ താങ്കളുടെ വിജയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം സന്തോഷമുള്ളത്. അപ്പോൾ ചോദിക്കട്ടെ അജയ്, താങ്കളുടെ ഒരു കോച്ചിങ് ഒക്കെ അതെങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കോച്ചിങ് ആണോ? അതെ, കോച്ചിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കൂടുതലും ലീഡിന്റെ ഒരു മെക്കാനിസം ആണ്. അവിടെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അതായത് ഫ്രം എല്ലാം പ്രിപ്പറേഷൻ തൊട്ട് നമ്മളെ മൊത്തം ആൻസർ റൈറ്റിംഗ്, ഇവാലുവേഷൻ, അതിനുവേണ്ടി അവരെന്നെ ഒരു സാധനം ഡിവൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇക്കോസിസ്റ്റം പോലെ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ മാത്രം ട്രസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ എന്റെ സീനിയേഴ്സും ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ആ മെക്കാനിസത്തിൽ വർക്ക്ഔട്ട് ആയവരാണ്. ഓൾറെഡി ബെഞ്ചോ എന്ന് പറയുന്ന ഒരു 54th റാങ്ക് ഉണ്ട് 2023. നെവിൻ എന്ന് പറഞ്ഞ വേറൊരു ജൂനിയർ ഉണ്ട്. സോ ഞങ്ങൾക്ക് ഓൾറെഡി ആ ഒരു മെക്കാനിസം വർക്കിംഗ് ആയിരുന്നു. അപ്പൊ ആ വർക്കിങ്ങിൽ കുറച്ചുകൂടി തവണ ഷാർപ്പൺ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ലീഡ് എന്നുള്ള ഒരു സപ്പോർട്ടും അൻഡുപ് സാർ, ശരത് സാർ, അവരാണ് അത് ഡയറക്ടേഴ്സ്. സോ അവരെപ്പോഴും കോൺസ്റ്റന്റ്ലി ബാക്ക് ചെയ്യായിരുന്നു. എന്നവർ നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ കടന്നു പോകുമ്പോൾ ദേ ഓൾവേസ് ബാക്ക്ഡ് അവർ. അപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. ശരി, ഈ വീട്ടുകാരൊക്കെ എന്താണ് പറഞ്ഞത് ആദ്യം ഈ വിവരം കേട്ടപ്പോൾ? അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? അവര് ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് 730 റാങ്ക് ആയിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ വീണ്ടും അറ്റംപ്റ്റ് എടുക്കുക എന്നുള്ളത് റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പേർപ്പസിലായിരുന്നു. സോ അത് മീറ്റ് ചെയ്തു. ആ ഒരു സ്ട്രഗിൾ അവിടെ ഫൈനലി ഫുൾഫിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ശരി. ഇതിനുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ പഠിക്കാനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു പറയും, രാത്രി നേരത്തെ ഉറങ്ങുന്നവരുണ്ടാകും, അല്ലെങ്കിൽ രാവിലെ മുഴുവൻ പഠിക്കുന്നവരുണ്ടാവും. അജയ് എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത്? ഞാൻ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് എന്റേതായ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഷെഡ്യൂൾ നോക്കാതെ ലീഡിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ട് നമുക്ക്. അപ്പൊ ആ ഷെഡ്യൂൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിലെല്ലാ ടെസ്റ്റും എഴുതുക. വീക്ക്ലി അല്ലെങ്കിൽ നമുക്ക് ട്വൈസ് ഇൻ എ വീക്ക് ടെസ്റ്റ് ഉണ്ടാവും. സോ അത് എഴുതുക, ഫീഡ്ബാക്ക് എടുക്കുക. അങ്ങനെ ഒരു മെക്കാനിസം ആണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ആ ഷെഡ്യൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാടിലെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് താങ്ക് ഗോഡ് അത് വർക്ക് ചെയ്തു. അതെ. ഏറ്റവും അജയ്, ഇപ്പം ഏത് സർവീസ് മേഖലയാണ് അജയ്ക്ക് താല്പര്യം? IAS ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഐഡിയലി കിട്ടേണ്ടതാണ് ഈ ഒരു റാങ്ക് വെച്ചിട്ട്. അപ്പൊ ആരാണ് അജയുടെ ഇൻസ്പിറേഷൻ? ആരാണ് മാതൃക? അങ്ങനെ ഒരു വ്യക്തിയല്ല, പക്ഷെ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ വർക്ക് ചെയ്യുക, ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ട് വരെ നാവിഗേറ്റ് ചെയ്യുക, ട്രൈ ഓൺ ചെയ്യുക. അങ്ങനെ ഒരു മോഡലാണ്. ഓഫ്കോഴ്സ് പിന്നെ ബ്രദർ ഉണ്ട്. ബ്രദർ എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്. അപ്പൊ ആളാണ് എന്റെ എപ്പോഴും ഒരു വഴികാട്ടി. സോ ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു ഹിം. പിന്നെ അതേപോലെ എന്റെ ഫ്രണ്ട്സും, അവരൊക്കെയാണ് എന്റെ ഇൻസ്പിറേഷൻ. സോ പിന്നെ ഈ ഒരു പ്രിൻസിപ്പിളും പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോകാന്നുള്ളതാണ്.
അജയ്, ഇപ്പം ഒരുപാട് പരിമിതികൾ അജയ്ക്കുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷെ അതൊന്നും വെല്ലുവിളി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊക്കെ ചലഞ്ചാണല്ലോ, അല്ലെ? ജീവിതം ചലഞ്ചാണല്ലോ. അപ്പൊ അതൊക്കെ ആ ചലഞ്ചൊക്കെ അങ്ങ് നേടി മുന്നേറിയാണ് ഇപ്പോൾ നമ്മൾക്ക് മുൻപിൽ ഈ നാടിന്, ഈ രാജ്യത്തിന് അഭിമാനമായി അജയ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ചോദിക്കട്ടെ, അജയ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്കങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ മെക്കാനിസം ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ അതില് നമുക്കൊരു 1 year ത്രൂ ഔട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഏത് സ്റ്റേജിൽ നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം പ്രിലിംസ് തൊട്ട് വീണ്ടും തുടങ്ങണം. സോ അങ്ങനെ ആ ഒരു പ്രോസസ്സിന്റേതായിട്ടുള്ള ചലഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ താങ്ക് ഗോഡ് പറഞ്ഞ പോലെ എനിക്ക് എന്റേതായ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ആ ഇക്കോസിസ്റ്റത്തിൽ ഓരോ വർഷം ഓരോരുത്തരായി കയറുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ആയിരുന്നു, ഞങ്ങളുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, സോ ഇത് തന്നെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ എനിക്കൊരു ചലഞ്ചിനേക്കാൾ അതൊരു അഫർമേഷൻ ആയിരുന്നു, റീഅഫർം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസം ആയിരുന്നു. അത് ഞാൻ അങ്ങനെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു അജയ്? ഇന്റർവ്യൂ ഒന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടീച്ചിങ്ങിലുണ്ട്. ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ 2 വർഷം 2023 ശേഷം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കുറച്ചുകൂടി ഇന്ററാക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ UPSCയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മോഡല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും നമ്മുടെ പേഴ്സണാലിറ്റിനെ എക്സ്പോസ് ചെയ്യാന്നുള്ളൊരു സാധനത്തിലാണ്. അപ്പം അതിൽ കുറേം കൂടി എൻഗേജ് ചെയ്യുക, നമ്മൾ വളരെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കോൺവെർസേഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് പറയുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ഇന്റർവ്യൂ ബോർഡും ഭയങ്കര കാം ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നു. അവരെ ഇങ്ങനെ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയാണെങ്കിലും ഞാൻ അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും പിന്നെ അതിലൊക്കെ നമ്മൾ പല മെക്കാനിസംസ് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലീഡിലാണെങ്കിലും പേഴ്സണാലിറ്റി എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം, ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് പേഴ്സണാലിറ്റി റിഫ്ലക്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറെ മെക്കാനിസംസ് നമ്മൾ ഓൾറെഡി ബാക്ക് എൻഡിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിന് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലായിടത്തും ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്റെ ബാക്ക്ഗ്രൗണ്ട് ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിനും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ റെയിൽവേ സർവീസിലായിരുന്നു, അപ്പൊ റെയിൽവേ സർവീസിന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നോട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അതൊരു മോറോലെസ് കോൺവെർസേഷണൽ മോഡായിരുന്നു. ശരി ശരി, എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഇത്തരത്തിൽ പരിമിതികളെല്ലാം അതിജീവിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളും ഇങ്ങനെ പരിമിതിയാണ് അല്ലെങ്കിൽ വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്കെല്ലാം, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അജയ് ഒരു വലിയ ഇൻസ്പിറേഷനാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അപ്പോൾ പോലും ഇനി ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളോട്, പ്രത്യേകിച്ചും പരിമിതികളുള്ളവരൊക്കെ, ഇതാഗ്രഹം മാത്രം മനസ്സിനുള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരോടൊക്കെ എന്താണ് അജയ്ക്ക് പറയാനുള്ളത്? അല്ല, ഇതിലൊരു മെക്കാനിസം ഉണ്ട്. UPSC ഇപ്പൊ പറഞ്ഞ പോലെ കുറെ മിത്തുകളുണ്ട്. അതായത് അണ്ടർ ദ സൺ എല്ലാം ചോദിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇതിലൊരു മെക്കാനിസം ഉണ്ട്. UPSC ഇപ്പം ചോദിക്കുന്ന ചില പ്രയോറിറ്റി ഏരിയകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി അത് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു എക്സാമാണ്. എളുപ്പം ഞാൻ പറയില്ല, പക്ഷെ പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. പിന്നെ ഇപ്പൊ ഇഫ് നോട്ട് UPSC എന്തെങ്കിലുമൊക്കെ പുതിയ സ്കിൽ സെറ്റുകൾ കുട്ടികൾക്ക് പഠിക്കാനും പറ്റും. അങ്ങനെ ഒരു എക്സാം ആയിട്ട് ഇതിനെ കാണുന്നതിലല്ല, മറിച്ച് ഒരു സ്കിൽ ബിൽഡിംഗ് എക്സസൈസ് ആയിട്ടാണ് ഞാൻ UPSCനെ കാണാറുള്ളത്. അത് തന്നെയാണ് നമ്മളിപ്പം ലീഡ് IASലാണെങ്കിലും നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ആൻസർ റൈറ്റിംഗ് സ്കിൽസ്, അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്, ഇന്റർവ്യൂ സ്കിൽസ് ബെറ്റർ ആക്കുന്നത്. അങ്ങനെ സ്കിൽ ബിൽഡിംഗ് ആയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും നഷ്ടം വരുന്നില്ല. ഇഫ് നോട്ട് UPSC വേറെ എവിടെയെങ്കിലൊക്കെ ഈ സാധനം വർക്ക്ഔട്ട് ആണ്. സോ താല്പര്യമുള്ളവരെ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കണ്ട് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തീർച്ചയായും, എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുകയാണ് അജയിനെ കുറിച്ച് ഓർത്തിട്ട്. എന്തായാലും വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒന്നുകൂടി പറയട്ടെ. ഈ നാടിന് വെളിച്ചമാവാൻ അജയ്ക്ക് സാധിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്ന. സിവിൽ സർവീസസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മലയാളികൾ ഇടം പിടിച്ചിരിക്കുന്നു. 18ാം റാങ്ക് മുതൽ ഇങ്ങോട്ട് മലയാളികളുണ്ട്. അതിലേറെ സന്തോഷം 109ാം റാങ്കുകാരനായ അജയെ കുറിച്ചാണ്. അദ്ദേഹത്തിന് കാഴ്ചാ പരിമിതിയുണ്ട്. ആ പരിമിതികൾ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം വിജയം നേടിയിരിക്കുന്നു. ഈ നാടിന്, നമ്മുടെ രാജ്യത്തിന് വെളിച്ചമാവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുറപ്പാണ് ഞങ്ങൾക്ക്.